ഇടുക്കിയിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിക്കൽ. പൂപ്പാറ മുള്ളംതണ്ടിലെ വൻകിട കയ്യേറ്റം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു. കയ്യേറ്റ ഭൂമിയിലെ താൽക്കാലിക ഷെഡും ഏലം കൃഷിയും അധികൃതർ നീക്കം ചെയ്തു. ഭൂമിക്ക് കൈവശാവകാശം ഉണ്ടെന്ന വാദങ്ങൾ പൂർണ്ണമായും തള്ളിയാണ് റവന്യൂ വകുപ്പിന്റെ നിർണായക നീക്കം. പൂപ്പാറ രാജകുമാരി വില്ലേജുകളിൽ ഉൾപ്പെട്ട പൂപ്പാറ മുള്ളൻതണ്ടിലെ 4 ഏക്കറോളം സർക്കാർ പുറമ്പോക്കിലെ കയ്യേറ്റം ഒഴിപ്പിച്ച് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. രാജകുമാരി വില്ലേജ് ബ്ലോക്ക് 9-ലും പൂപ്പാറ വില്ലേജ് 11, 12 ബ്ലോക്കുകളിലുമായുള്ള ഭൂമിയാണ് ഒഴിപ്പിച്ചത്. ഇവിടെ നിർമ്മിച്ചിരുന്ന താൽക്കാലിക ഷെഡും ഏലം കൃഷിയും നീക്കം ചെയ്തു. നേരത്തെ ഇവിടെ നിർമ്മിച്ച ഒരു പടുതാക്കുളം ദുരന്ത നിവാരണ നിയമപ്രകാരം റവന്യൂ അധികൃതർ നികത്തിയിരുന്നു. 4 പതിറ്റാണ്ടിലധികമായി കൈവശം വെച്ചിരുന്ന ഭൂമിയാണിതെന്നായിരുന്നു ഉടമയുടെ വാദം. എന്നാൽ ഇത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനായില്ലെന്നും സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് കയ്യേറ്റം ഒഴിപ്പിച്ചതെന്നും റവന്യൂ അധികൃതർ പറയുന്നു. എന്ന് പറഞ്ഞാൽ പൂപ്പാറ വില്ലേജിലെ മുള്ളംതണ്ട് ഭാഗത്ത് 1.5 ഏക്കറോളം സർക്കാർ ഭൂമി കയ്യേറി ഏലം കൃഷി ചെയ്ത് ഷെഡ് വെച്ച് അയാൾ താമസിക്കുകയാണ്. കുറച്ച് നാളുകളായിട്ട് അയാളോട് നമ്മൾ ഒഴിഞ്ഞു പോകുന്നു ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അയാൾ ചെയ്യാൻ തയ്യാറായിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ 7 ദിവസത്തേക്ക് ഒഴിയാൻ പറഞ്ഞ് നോട്ടീസ് കൊടുക്കുകയും അയാളെ ഇന്ന് താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാരുടെയും രാജകുമാരി വില്ലേജ് ഓഫീസിലെ സ്റ്റാഫും വില്ലേജ് സ്റ്റാഫും എല്ലാവരുടെയും കൂടെ സഹായത്തോടു കൂടി ഒഴിപ്പിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ രാജകുമാരി വില്ലേജിലും 1 ഏക്കർ വസ്തു ഒരാൾ വില്യംസ് എന്ന് പറഞ്ഞ ഒരാൾ കയ്യേറിയിട്ടുണ്ടായിരുന്നു. അതും അയാളോട് ഒരു ഷെഡ് നിർമ്മിച്ചിരുന്നു. അതും നമ്മൾ പൊളിച്ചു നീക്കി ഒഴിപ്പിച്ച് സർക്കാർ അധീനതയിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ താലൂക്ക് ഓഫീസിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അവിടുന്ന് സർവേയർ വന്ന് അളന്ന് തിരിച്ച് വേലിയിട്ട് സംരക്ഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നടപടികളായ രീതിയിൽ. ഉടുമ്പൻചോല ഡെപ്യൂട്ടി തഹസിൽദാർ ജെയ്സൺ ജോർജ്, പൂപ്പാറ വില്ലേജ് ഓഫീസർ MH ഫിലാൽ, രാജകുമാരി വില്ലേജ് ഓഫീസർ KR രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കിയത്. ശാന്തൻപാറ പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ഭൂമി കൈവശം വെച്ചിരുന്നവരാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.